ഇടുക്കി മതമ്പയിൽ കാട്ടാനയാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ടാപ്പിംഗ് തൊഴിലാളിയായ പുരുഷോത്തമനാണ് കൊല്ലപ്പെട്ടത്. ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, നമുക്കിപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ മതമ്പ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത ആദ്യം പറയാം. മതമ്പ കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് പോകുന്ന പാതയിലുള്ള ഒരു പ്രദേശമാണ്. വനമേഖലയോട് ചേർന്നാണ് ഇവരുടെ തോട്ടമുള്ളത്. ഈ തോട്ടം ഇവർ പാട്ടത്തിനെടുത്ത് നടത്തുന്നതാണ് എന്നുള്ളതാണ് വിവരം. പുരുഷോത്തമൻ, അതായത് തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനും പുരുഷോത്തമന്റെ മകനും ചേർന്നാണ് ഈ തോട്ടം നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെ ടാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇരുവരും ചേർന്ന് മതമ്പയിലുള്ള തോട്ടത്തിലേക്ക് എത്തുന്നത്. ടാപ്പിംഗ് നടത്തുന്നതിനിടയിലാണ് അവിടേക്ക് അപ്രതീക്ഷിതമായി കാട്ടാന എത്തുന്നത്. ആദ്യഘട്ടത്തിൽ കാട്ടാന മകനെയും പിന്നീട് പുരുഷോത്തമനെയും ഓടിക്കുകയായിരുന്നു. മകൻ ഓടി രക്ഷപ്പെടാൻ സാധിച്ചുവെങ്കിലും പുരുഷോത്തമന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല, താഴെ വീഴുകയായിരുന്നു. തുടർന്ന് പുരുഷോത്തമനെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. നാട്ടുകാരെല്ലാം ഓടിക്കൂടി ബഹളം വച്ചതിനെ തുടർന്നാണ് കാട്ടാന അവിടെ നിന്ന് കാട്ടിലേക്ക് പിന്തിരിഞ്ഞ് മാറാൻ തന്നെ തയ്യാറായത്. കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് കാട്ടാന. പക്ഷേ പുരുഷോത്തമനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചുവെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാൻ അവർക്കാർക്കും സാധിച്ചില്ല. ഈ പ്രദേശത്ത് തുടർച്ചയായിട്ടുള്ള കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സ്ത്രീ കാട്ടാനാക്രമണത്തിൽ ഇതേ പ്രദേശത്ത് തന്നെ കൊല്ലപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായത്. സംഭവം ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു വിവരം തന്നെയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എത്തിയാണ് ഇവരുടെ തോട്ടം നടത്തിക്കൊണ്ടിരുന്നത്. നിലവിൽ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. കാട്ടാനാക്രമണം പതിവാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പലകുറി ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ പോലും നഷ്ടപരിഹാരത്തിൽ മാത്രം വിഷയം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. പകൽ സമയങ്ങളിലോ രാത്രിയോ ഇതിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത, ഇരുചക്ര വാഹനങ്ങളിലും പോകാൻ കഴിയാത്ത സ്ഥിതി പ്രദേശവാസികൾക്കുണ്ട് എന്ന് പറയുന്നു. തുടർച്ചയായ കാട്ടാനാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജനങ്ങളുടെ പ്രതിഷേധവും ആ മേഖലയിൽ ശക്തമായി തുടരുകയാണ്. ഉന്മേഷ്, ശരി, ലാൽ തുടരുക. ഇപ്പോൾ പീരുമേട് MLA ശ്രീ വാഴൂർ സോമൻ ടെലിഫോണിൽ. ശ്രീ വാഴൂർ സോമൻ, ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ. ഇത് അങ്ങനെ കാട്ടാനയുടെ ശല്യമുള്ള ഒരു മേഖലയാണോ? താങ്കൾക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ശ്രീ വാഴൂർ സോമൻ? ഈ കാട്ടാന കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മതമ്പയിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഈ വിവരം ഞാൻ DFO അതേപോലെ തന്നെ റേഞ്ച് ഓഫീസറെ അറിയിച്ചിരുന്നു. ഇന്നലെ RRT ടീമെല്ലാം അവിടെ രാത്രി വരെ ഉണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ പണിക്കെത്തിയ അമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനെയാണ് കാട്ടാന അടിച്ച് കൊന്നിട്ടുള്ളത്. പുരുഷോത്തമൻ ഡെഡ് ബോഡി ഇപ്പോൾ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ സ്ഥിരമായ ഇതിൽ 6 മാസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു മരണം നടന്നത്. ഇത് വലിയ പ്രശ്നമായി തീർന്നിട്ടുണ്ട്. വളരെ വേദനാജനകമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ശരി, പീരുമേട് MLA വാഴൂർ സോമനാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നേരത്തെ ലാൽകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കാട്ടാനാക്രമണത്തിൽ ഒരു മരണം കൂടി സംസ്ഥാനത്ത്.